أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل وسلم وبارك عليه. വേറെ വരാനുള്ളത് അഫ്സൽ വന്നിട്ടില്ല. അഫ്സൽ തുടങ്ങാം. ഇഖ്ലാസ് ആണ് നമ്മുടെ ചർച്ച. അഞ്ചാമത്തെ ഹദീസ്. വഅൻ അബി യസീദ മഅനി ബിൻ യസീദ ബിനിൽ അഖ്നസി റളിയല്ലാഹു അൻഹും അബൂ യസീദ് മഅനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. വഹുവ അദ്ദേഹവും വ അബൂഹു അദ്ദേഹത്തിൻ്റെ ഉപ്പയും വ ജദ്ദുഹു അദ്ദേഹത്തിൻ്റെ വല്യുപ്പയും സ്വഹാബിയൂൻ എല്ലാവരും സ്വഹാബിമാരാണ്. നോക്കി നിങ്ങൾ. വഹുവ അദ്ദേഹവും വ അബൂഹു അദ്ദേഹത്തിൻ്റെ ഉപ്പയും വ ജദ്ദുഹു അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ ഉപ്പയും സ്വഹാബിയൂൻ സ്വഹാബിമാരാണ്. അവിടെ സ്വഹാബിയൂൻ എന്നുള്ളത് ഖബറാണ്. അവിടെ ഖബർ വാവ് കൊണ്ടാണ് റഫ്ഉ. ദമ്മത്ത് കൊണ്ട് മാത്രമല്ല റഫ്ഉ വരിക, വാവ് കൊണ്ടും വരും. ഖാല അദ്ദേഹം പറയുന്നു, കാന അബി എൻ്റെ ഉപ്പ ആയിരുന്നു. യസീദു ആരാണ് എൻ്റെ ഉപ്പ? യസീദ് എന്ന എൻ്റെ ഉപ്പയായിരുന്നു. അഖ്റജ അദ്ദേഹം പുറത്തെടുത്തു. ധനാനീറ കുറച്ച് ദീനാറുകളെ. എന്തിനു വേണ്ടി പുറത്തെടുത്തു? യത്തസദ്ദഖു ബിഹ ആ ദീനാറുകളെ കൊണ്ട് സദഖ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് കുറച്ച് ദീനാറുകൾ അദ്ദേഹം പുറത്തെടുത്തു. സദഖ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു കൊണ്ടുവന്നു എന്നർത്ഥം. അപ്പം കാന അബി യസീദു. അബി അതാണ് കാനൻ്റെ ഇസ്മ. യസീദു എന്നുള്ളത് അതിൻ്റെ നമ്മൾ ബദല് പഠിച്ചിരുന്നല്ലോ. യസീദ് പേര. അപ്പോൾ ബദല് ആ അവാമിൽ നമ്മൾ അവസാനം തവാബിയുകൾ പഠിച്ചല്ലോ. അപ്പോൾ അവിടെയുള്ള ആ ബദലാണ്. യസീദ് എന്ന എൻ്റെ ഉപ്പ അഖ്റജ അദ്ദേഹം പുറത്തെടുത്തു. ധനാനീറ ചില ദീനാറുകളെ. യത്തസദ്ദഖു സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ബിഹ ആ ദീനാറുകളെ കൊണ്ട് സ്വതക്ക ചെയ്യാൻ വേണ്ടി ദീനാറുകൾ എടുത്തു. ഫവളഅ അങ്ങനെ അദ്ദേഹം വെച്ചു. ഹാ ആ ദീനാറുകളെ വെച്ചു. എവിടെ വെച്ചു? ഇൻദ റജുലിൻ ഒരു മനുഷ്യൻ്റെ അടുക്കൽ വെച്ചു. ഫിൽ മസ്ജിദി പള്ളിയിൽ ഒരാളുടെ സമീപത്ത് ആ ദീനാറുകൾ വെച്ചു. ഫവളഅ മാലിയായ ഫീല്. ഹാ മഫ്ഊല്. ആരാ വെച്ച്? വാപ്പന്നെ വെച്ചത്. അപ്പോൾ വാപ്പ ഫായില്. എവിടെയാണ് വെച്ചത്? ഇൻദ റജുലിൻ ഫിൽ മസ്ജിദ് പള്ളിയിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്, ഒരു പുരുഷൻ ഇരിക്കുന്നുണ്ട്. ആ പുരുഷൻ്റെ സമീപത്ത് വെച്ചു. ആ ചിത്രം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫജിഅ്തു അല്പം കഴിഞ്ഞു ഞാൻ ചെന്നു. ഫഅഖദ്തു ഞാൻ അതിനെ എടുത്തു. ഫഅഖദ്തു ഞാൻ എടുത്തു. ആ ദീനാറുകൾ എടുത്തു. ജാഉ അങ്ങനെ സർഫാക്കിയിട്ട് വരുമ്പോൾ ജിഅ്തു മാലിയ ഫീലാണ്. ഞാൻ ചെന്നു. ഫഅഖദ്തു അഖദു സർഫാക്കി ഇങ്ങനെ ചെല്ലുമ്പോൾ അഖദ്തു ഹാ. എന്നിട്ട് ഫഅതൈതുഹു ഞാൻ ബിഹ
ഞാൻ ആ ദീനാറുകളെ എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെന്ന് കൊടുത്തു. ഞാനെടുത്തു, ഞാനത് ഉപ്പാക്ക് കൊടുത്തു. ഫഖാല, അപ്പോൾ ഉപ്പ പറഞ്ഞു, വല്ലാഹി, അല്ലാഹു ആണ് സത്യം, മാ ഇയ്യാക അറത്തു, നീ എടുക്കുന്നതിന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, നിനക്കല്ല ഞാനത് വെച്ചത്. നീ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചതുമില്ല, നീ അത് എടുക്കാൻ പാടില്ലേനു, നിനക്കല്ല ഞാൻ വെച്ചത്, നിന്നെ ആ ഉദ്ദേശിച്ചിട്ട് വെച്ചതല്ല എന്ന് പറഞ്ഞു. മാ ഇയ്യാക്ക അറത്തു, ഞാൻ നിന്നെ ഉദ്ദേശിച്ചിട്ടേയില്ല. അപ്പോൾ അപ്പയും മകനും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അങ്ങനെ ഫഹാസം തു ഹൂ, ഞാൻ എൻ്റെ ഉപ്പയുമായുള്ള തർക്കം ഉന്നയിച്ചു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉന്നയിച്ചു. പ്രശ്നം നബി തങ്ങളുടെ അടുത്തേക്ക് നീക്കി. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഖാസമ, ഞാൻ പ്രശ്നമുന്നയിച്ചു, ഞാൻ തർക്കമുന്നയിച്ചു. ഖാസംതു ഹു, പ്രശ്നം തർക്കം എന്നൊക്കെ പറയുമ്പോൾ രണ്ടാളെന്തായാലും ഉണ്ടാവും. അതാണ് ഈ ബാബിൻ്റെ പ്രത്യേകതയാണ്. ഖാസമ, ഖാതല, സാറഅ, സാബഖ, നമ്മൾ സുലാസി മസീദ് ഫിഹിയിൽ ഒരു ബാബിൻ്റെ പ്രത്യേകതയാണ് അത്. സാബഖ മത്സരിച്ചു, ഒരാൾ ഒറ്റക്ക് മത്സരിക്കൂല. ഖാസമ തർക്കിച്ചു, ഒരാൾ ഒറ്റക്ക് തർക്കിക്കുകയില്ല. ഖാതല പോരാടി, യുദ്ധം ചെയ്തു, ഒരാൾ ഒറ്റക്ക് യുദ്ധം ചെയ്യൂല. അപ്പോൾ ഖാസംതു, ഞാൻ തർക്കം ഉന്നയിച്ചു. ഹു, എൻ്റെ ഉപ്പയുമായിട്ടുള്ള തർക്കത്തെ ഞാൻ ഉന്നയിച്ചു. ആരിലേക്ക് ഉന്നയിച്ചു? ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചു. അപ്പോൾ വിഷയങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ മറുപടി പറയാണ്. ഫഖാൽ ലക മാ നവൈത, ലക നിനക്കുണ്ട്, മാ നവൈത നീ കരുതിയ ഒന്ന് നിനക്കുണ്ട്. നീ എന്താണോ താല്പര്യപ്പെട്ടത് സ്വതക്ക ചെയ്ത് അതിൻ്റെ കൂലി സമ്പാദിക്കുകയാണ്. പാപ്പാനോട് ചോദിക്കാം, യാ യസീദ്, യസീദ് എന്നവരെ, നീ എന്താണോ ഉദ്ദേശിച്ചത് അത് നിനക്ക് ഉണ്ട്, അതിൻ്റെ കൂലി കിട്ടി. വ ലക നിനക്കുണ്ട്, മാ ഒന്ന്, അഖൽത്ത നീ എടുത്ത ഒന്ന്, യാ മഅനെ മകൻ, അത് എന്താണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഹലാലാണ്, സഹീഹ് തന്നെയാണ് ആ ഏർപ്പാട് നിങ്ങൾ എടുത്തത്. അപ്പോൾ ഇദ്ദേഹം സ്വതക്ക കൊടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, സ്വതക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമുള്ള ഒരു ആരാധനയാണ്. ആ സ്വതക്ക കൊടുക്കുക എന്നുദ്ദേശിച്ചുകൊണ്ട് വെച്ചപ്പോൾ അതിനുവേണ്ടി പണം പുറത്തെടുത്തു, ദീനാറുകൾ എടുത്തു. അദ്ദേഹത്തിൻ്റെ നിയ്യത്ത് പോലെ തന്നെ ഇഖ്ലാസോടുകൂടെ അദ്ദേഹത്തിന് അതിന് കൂലി കിട്ടി. മകനത് എടുത്തു, മകനത് എടുക്കാനും പറ്റും എന്നർത്ഥം. ക്ലിയർ അല്ലേ? റാഫിക്ക അങ്ങനെ ഉപയോഗിക്കാം. അതെ, അത് ബഹുവചനം തന്നെയാണ്. അതുപോലെ സ്വഹബ് എന്നുള്ള ബഹുവചനം തന്നെയാണ്. ഇത് സ്വഹാബി എന്നതിൻ്റെ ബഹുവചനമാണ്. അതായത് സ്വഹാബിയുൻ ഉണ്ടാവും, സ്വഹാബിയുൻ, അതിൻ്റെ ബഹുവചനമാണ് സ്വഹാബിയൂൻ. മനസ്സിലാണ്ട? ഇതിൻ്റെ ഏകവചനം എന്താ പേര് അറിയോ?
ഈ വാവും നൂനോട് കളയാം. സ്വഹാബിയുൻ. നമ്മൾ സ്വഹാബിമാർ എന്ന് പറഞ്ഞാൽ അവസാനം എന്തുണ്ട്? ഒരു യാ ഉണ്ടാവും, ചെറുതുള്ള യാ ഉണ്ടാവും. സ്വഹാബിയ് ഇതിൻ്റെ ബഹുവചനാണ്. അല്ലല്ല അല്ല, അതങ്ങനല്ല. സ്ത്രീലിംഗ ഈ ജംഇലേക്ക് മടങ്ങുമ്പോഴേ ബുദ്ധിയില്ലാത്ത ജമ്മാണ്. ബുദ്ധിയുള്ള ആളുകളുടെ ജമ്മ് ഉണ്ടാവുമല്ലോ, മുസ്ലിമു മുസ്ലിമൂന, അങ്ങനെയുള്ള ബഹുവചനം ഉണ്ടല്ലോ, ജംഇ മുദക്കറായിട്ട് വരുന്ന. അതല്ലാത്തതിലേക്ക് ലമീറുകൾ മടങ്ങുമ്പോൾ എന്താ പറയുക, ഈ മുഅന്നസിൻ്റെ ലമീറ ഉപയോഗിക്കുക. അത് ദീനാർ എന്ന് പറഞ്ഞാൽ അത് എന്തോ ആവാ, ഒരു പ്രത്യേക ലിംഗം അത് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. പുല്ലിംഗാണ് സ്ത്രീലിംഗാണെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ അത് ദീനാറിൻ്റെ ബഹുവചനമാണ് ധനാനീർ. അപ്പോൾ ഈ ധനാനീർ എന്ന് പറഞ്ഞാൽ ഈ ദീനാറ് എന്താണ്, ആക്റ്റിലായ ബുദ്ധിയുള്ള ഒരു വസ്തുവല്ല ദീനാർ. ബുദ്ധിയുള്ള ആളുകൾക്ക് വരുമ്പോഴുള്ള ദമീറുകൾ ജം ആണ് ഈ രൂപത്തിൽ. മുസ്ലിമുൻ മുസ്ലിമൂന, കാത്തിബുൻ കാത്തിബൂന എന്നൊക്കെ വരിക. അങ്ങനെ ബഹുവചനം വരുന്നതിലേക്ക് മടങ്ങുന്ന ദമീറുകൾ ഈ രൂപത്തിൽ എന്താണ്, സ്ത്രീലിംഗമായിട്ടാണ് പറയാം. അത് രാജ്യം രണ്ട് രൂപത്തിലുണ്ട്. മക്കാന് എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ പുല്ലിംഗാക്കും. മക്കാന് ഉണ്ടാവും, മക്കാൻ സ്ഥലം. അതുപോലെ ഇനി എന്താണ്, മക്കാന് മൗലി. ഇനി എന്താണ് വേറെ ബുക്കാത്ത് ബൽദത്ത് എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ സ്ത്രീലിംഗാക്കും. അതിൽ താവുണ്ടല്ലോ, അൽ മംലക്കത്തുൽ അറബിയത്തു സൗദിയ, അവിടെ നമ്മൾ താവ് കൊടുത്തിട്ടാ പറയാം. അത് രണ്ടും ഉദ്ദേശിക്കട്ടോ. മക്കാന് മൗലി എന്ന ഉദ്ദേശിക്കുമ്പോൾ പുല്ലിംഗമായിട്ടും രാജ്യം ഉപയോഗിക്കും, സ്ഥലം ഉപയോഗിക്കും. ഇനി ബുക്കാത്ത്, അത് ബുക്കാത്തിലൊരു താവുണ്ട്, ബൽദത്ത് അതിലൊരു താവുണ്ട്. അതനുസരിച്ച് അവിടെ എന്തുപയോഗിക്കും, സ്ത്രീലിംഗം ഉപയോഗിക്കും. അപ്പോൾ നമ്മളെ ചർച്ച, നമ്മുടെ വിഷയം, ഇദ്ദേഹം മനസ്സിൽ കരുതി ഇഖ്ലാസോടുകൂടെ അദ്ദേഹം എന്താണ് ചെയ്തു. ഫലത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിക്കന്നെ അതെത്തി. ഫലത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിക്കന്നെയാണ് എത്തിയത്. മകനെടുത്തിട്ട് പാപ്പാക്ക് കൊണ്ടേ കൊടുക്കല്ലേ. അപ്പോൾ അദ്ദേഹം സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിച്ച ഭാഗം അദ്ദേഹത്തിന് തന്നെ ഫലത്തിൽ കിട്ടി. അപ്പോൾ അത് രണ്ടും സ്വഹീഹാണ്, കൂലിയും കിട്ടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിക്കുകയാണ്. ഇതിന്ന് വേറെയും ചില ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. പാവപ്പെട്ട മക്കളുണ്ടാവും, ബാപ്പാക്ക് നല്ല സമ്പത്തും സക്കാത്ത് കൊടുക്കാനുള്ള ശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മക്കളാണെങ്കിൽ ചിലപ്പോൾ ചിലവിനും മറ്റു കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുന്ന രൂപത്തിലുള്ള മക്കളും കുടുംബവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ സക്കാത്തും ആർക്ക് കൊടുക്കാം, ഇവരിലേക്ക് കൊടുക്കാം എന്ന ഒരു സൂചന ഈ സംഭവം നൽകുന്നുണ്ട്. ഇതിവിടെ സദക്കാന്നാണ്. സക്കാത്ത് എന്ത് ചെയ്യാം, അങ്ങനെ കൊടുക്കാം എന്ന് അഭിപ്രായം. അത് പ്രയാസപ്പെടുന്ന മക്കൾ, അവർ അധ്വാനിച്ച് എന്താണ് ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് കിട്ടുന്നത് എന്താകുന്നില്ല, തികയുന്നില്ല, ഫക്കീറാണ് അല്ലെങ്കിൽ മിസ്കീനാണ്. അവർക്കും ഉപ്പയുടെ സക്കാത്ത്, അല്ലെങ്കിൽ ഭാര്യ നല്ല സമ്പത്തുള്ള ആളാണ്, ഭാര്യയുടെ സക്കാത്ത് ഇതൊന്നും കഴിവില്ലാത്ത ഫക്കീറായ മിസ്കീനായ ആ സക്കാത്തിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന രൂപത്തിലുള്ള ആളാണെങ്കിൽ അവർക്ക് കൊടുത്താലും അത് ഒരു നിലക്ക് നോക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പുണ്യകരവുമാണ് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? എവിടെ നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ എവിടെ? അസീസ്ക,
എന്താ നിങ്ങൾക്ക് എളുപ്പം ഏതാ? അങ്ങനെ അത് നല്ലൊരു ചോദ്യം. ഞാൻ മുമ്പൊരു ദിവസം പറഞ്ഞിരുന്നു, വയറു മുൻസരിഫായിട്ട് ഫത്തഹത്ത് കൊണ്ട് ചെറു ചെയ്യും, ഫത്തഹത്ത് കൊണ്ട് ചെറു ചെയ്യുന്ന രൂപമുണ്ട്. അത് വയറു മുൻസരിഫ് ആകുമ്പോഴാണ്. രണ്ടർത്ഥം വ്യത്യാസമുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് പറയാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാ റജബിലും നീ ബർക്കത്ത് ചെയ്യണം, ഷഅബാൻ മാസത്തിലും ബർക്കത്ത് ചെയ്യണം, അങ്ങനെയും പറയാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ, പടച്ചോനെ ഈ റജബ്, ഇപ്പോൾ നമ്മളുള്ള റജബിലും ഷഅബാൻ മാസത്തിലും ബർക്കത്ത് ചെയ്യണേ. ബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അല്ല, അങ്ങനെ പറയാം, അങ്ങനെയും രണ്ട് നിലക്കും പറയാം. അതെ, ഞാൻ പറഞ്ഞത് രണ്ടും അറബി ഗ്രാമർ പ്രകാരം ശരി തന്നെയാണ്. ഒന്നുകൂടി നല്ലത് റജബിൻ എന്ന് പറയലാണ്. അപ്പോൾ മുഴുവൻ എല്ലാ റജബുകളിലും ബർക്കത്ത് ചെയ്യണേ, അതിൻ്റെ അർത്ഥം ഒന്നുകൂടി നമ്മൾ ദ്വാരക്കുമ്പോൾ എന്താണ്, ഇനിയും കുറേ റജബ് എനിക്ക് എത്തണേ, ലഭിക്കണേ എന്ന ഒരു സാധ്യത കൂടി ആ ദുആയിനുണ്ട്. നമ്മൾ അറഫ ദിവസത്തെ നോമ്പ് നോറ്റാൽ ഒരു വർഷം കൂടി ആയുസ് ലഭിക്കുമെന്നൊരു സൂചനയാണല്ലോ. കഴിഞ്ഞൊരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും ദോഷങ്ങൾ പൊറുപ്പിക്കും അറഫ നോമ്പ് എന്ന് പറയുമ്പോൾ, വരാൻ പോകുന്നൊരു വർഷം ഇപ്പം ജീവിച്ചിരിക്കുമ്പോഴല്ലേ ആ ദിവസത്തിൽ വല്ല തെറ്റുകളും സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആയുസ് കൂടി കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് പറഞ്ഞാൽ, രണ്ടും പറഞ്ഞാൽ ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടാക്കണ്ട. ക്ലിയർ അല്ലേ ഡോക്ടർ സാഹിബേ? وعن سعد بن أبي وقاص سعد بن أبي وقاص رضي الله عنه അഹദിൽ അശറ, 10 അൽ മഷ്ഹൂദി ലഹും, സാക്ഷ്യപ്പെടുത്തപ്പെട്ട, സർട്ടിഫിക്കറ്റ് നൽകപ്പെട്ട 10 പേരിൽ ഒരാൾ. എന്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകപ്പെട്ടു? ബിൽ ജന്ന, സ്വർഗം കൊണ്ട്. സ്വർഗം ലഭിക്കുമെന്ന് ഷഹാദത്ത് നൽകപ്പെട്ട 10 പേരിൽ ഒരാളായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹും പറയുകയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ജാഅനീ, എൻ്റെ അടുക്കൽ വന്നു, ജാഅ നീ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. യഊദുനി, എന്നെ സന്ദർശിക്കുന്ന വിധം. ആമ ഹജ്ജത്തുൽ വദാ, ഹജ്ജത്തുൽ വദാഇൻ്റെ വർഷം, ഹജ്ജത്തുൽ വദാ നടന്ന വർഷം എന്നെ സന്ദർശിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. മിൻ വജ്ഇൻ ഇഷ്തദ്ദ ബി, എനിക്ക് കഠിനമായ ഒരു പ്രയാസമുണ്ടായിരുന്നു. ആ പ്രയാസത്തിൽ നിന്നും എനിക്ക് ആശ്വാസം ലഭിക്കുന്നതിന് എന്നെ സന്ദർശിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. വേദന എന്നാണ് അർത്ഥം. നമ്മളൊരു പൂർണ്ണമായ ഒരു ആശയം കിട്ടുന്ന രൂപത്തിൽ അർത്ഥം പറഞ്ഞതാണ്. മിൻ വജ്ഇൻ, ഒരു വേദന കാരണം. എങ്ങനെയുള്ള വേദനയാണ്? ഇസ്തദ്ദ, ആ വേദന കഠിനമായിരിക്കുന്നു. ബി, എനിക്ക് ഗുരുതരമായി അനുഭവപ്പെടുന്ന ഒരു വേദന കാരണം
എന്നെ സന്ദർശിക്കാൻ വേണ്ടി ഹജ്ജത്തുൽ വദാ നടന്ന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഓക്കെ അല്ലേ? റാഫിക്ക വന്ന വർഷം അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി ഖദ് ബലഗ ബി, ഇന്നി തീർച്ചയായും ഞാൻ, ഖദ് ബലഗ എത്തിയിരിക്കുന്നു, ബി എനിക്ക്, മിനൽ വജ്ഇ വേദനയാൽ, മാ ഒന്നെത്തിയിരിക്കുന്നു, തറ നിങ്ങൾ കാണുന്ന ഒന്ന്, നിങ്ങൾക്ക് കാണാമല്ലോ നബിയെ എനിക്കെത്തിയ പ്രയാസം. ഇന്നി ഖദ് ബലഗ ബി മിനൽ വജ്ഇ മാ തറ. വ അന ദൂ മാലിൻ, വ അന ഞാൻ, ദൂ മാലിൻ സമ്പത്ത് ഉടയ വ്യക്തിയാണ്, കുറച്ച് മുതലുള്ള ആളാണ് ഞാൻ. വലാ യരീസുനി, വലാ യരീസുനി എനിക്ക് അനന്തരം എടുക്കാൻ ഇല്ല, എന്നെ എൻ്റെ അനന്തരാവകാശിയായിട്ട് ഇല്ല, ഇല്ലബിനത്തുല്ലി എനിക്കൊരു പെൺകുട്ടിയല്ലാതെ, എനിക്കൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയല്ലാതെ അനന്തരം എടുക്കുന്നതിന് മറ്റൊരാളും ഇല്ല. അപ്പൊ ചോദിക്കുകയാണ്, അഫ അത്തസദ്ദഖു, ഞാൻ സ്വതക്ക ചെയ്യട്ടെയോ നബിയെ, അഫ അത്തസദ്ദഖു ബിസുലുസൈ മാലി, എൻ്റെ മുതലിൻ്റെ 2/3 കൊണ്ട് ഞാൻ സ്വതക്ക ചെയ്യട്ടെയോ? ചോദ്യം മനസ്സിലായോ? ചോദ്യം മനസ്സിലായില്ലേ? എൻ്റെ മുതലിൻ്റെ 2/3 കൊണ്ട് ഞാൻ സ്വതക്ക ചെയ്യട്ടെയോ നബിയേ എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ വേണ്ട. ഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, ഫശതുറു പകുതി കൊടുക്കട്ടെ നബിയെ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ പകുതി കൊടുക്കട്ടെ. ഫഖാല, അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ വേണ്ട. ഖുൽതു, അപ്പം ഞാൻ ചോദിച്ചു, ഫസുലുസു യാ റസൂലല്ലാഹ്, എന്നാൽ 1/3 കൊടുക്കട്ടെ നബിയെ, 1/3 കൊടുക്കട്ടെ നബിയെ എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സുലുസു വസ്സുലുസു, 1/3 കസീറുൻ അത് ധാരാളമാണ്, ഔ കബീറുൻ അത് വലുതാണ്, 1/1 തന്നെ അധികമാണ്, 1/1 തന്നെ ധാരാളമാണ്. അവിടെ കസീറുൻ എന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചത്, അതല്ല കബീർ എന്നാണോ? അവിടെ ഒരു ചെറിയൊരു സംശയമുണ്ട്, അതുകൊണ്ട് രണ്ടും കൊടുത്തിരിക്കണം. ഓക്കെ ആണോ? നിങ്ങളില്ലേ, എൻ്റെ കൂടെ ഇല്ലേ ഇവിടെ? അതെ. അപ്പോ 1/3 കൊടുക്കട്ടെ നബിയെ. ഒരു മിനിറ്റ് കേട്ടോ, പെണ്ണുങ്ങൾ വിളിക്കുന്നുണ്ട്, സെക്കൻഡ്. കഴിഞ്ഞ എനിക്കും റാഫിക്കാക്കും പോലുള്ളവർക്ക് അത് അറിയുള്ളൂ അല്ലേ? അപ്പൊ ചോദിച്ചു, 1/3 കൊടുക്കട്ടെയോ നബിയെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അസ്സുലുസു വസ്സുലുസു കസീറുൻ, ഇത് ധാരാളമാണ്. അപ്പൊ എന്താ അങ്ങനെ പറയാൻ കാരണം? അതിന് ഇനി ഒരു കാരണം പറയാണ്. ഇന്നക തീർച്ചയായും നീ, അൻതദറ നീ ഉപേക്ഷിക്കൽ,
വറസത്തക്ക നിന്റെ അനന്തരാവകാശികളെ നീ ഒഴിവാക്കി പോകൽ, അഗ്നിയാ ധനികരായി, നിന്റെ അനന്തരാവകാശികളെ ധനികരായി നീ ഒഴിവാക്കി പോകൽ, നീ മരണപ്പെടുമ്പോൾ നിന്റെ സ്വത്ത് എടുത്ത് എന്താ പറയുക, ധനികരായി നിന്റെ അനന്തരാവകാശികളെ ഒഴിവാക്കി പോകൽ ഖൈറുൻ, അതാണ് ഏറ്റവും നല്ലത്. മിൻ അൻതദറഹും, മിൻ അൻതദറഹും, അവരെ നീ ഒഴിവാക്കി പോകുന്നതിനേക്കാൾ, ആലത്തൻ, ദരിദ്രരായി, ദരിദ്രരായി നിങ്ങൾ അവരെ ഉപേക്ഷിച്ചു പോകുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അവർ സമ്പത്തുള്ള അവസ്ഥയിൽ, നിങ്ങളുടെ സമ്പത്ത് അവർക്ക് ലഭിച്ച് അവർ സാമ്പത്തികമായി ഉന്നമനത്തിലുള്ള അവസ്ഥയിൽ നിങ്ങൾ ഉപേക്ഷിച്ചു പോകലാണ്. അവിടെ നിങ്ങൾ നോക്ക്, മിൻ അൻ തദറഹും, അൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുലാരിയായ ഫീല് നസ്ബ് ചെയ്യുന്നതാണ് അൻ. തദറ, തദറ എന്നുള്ളത് 3 അക്ഷരം ഉള്ളൂ അല്ലേ, അതിൽ അതിന് മാലിയുണ്ട്, വദറാന്ന്, വദറാന്നാണ് വരിക. പക്ഷെ ഈ മാലി അറബികൾ എന്താവില്ല, ഉപയോഗിക്കൂല. മാലി എന്താവില്ല, അറബികൾ ഉപയോഗിക്കൂല. അവരാ മാലിയെ കൊന്നു കളഞ്ഞു എന്നാ പറയാം, ഉപയോഗിക്കാതിരുന്നിട്ടേ. അപ്പോൾ ശരിക്കതിൻ്റെ മുബാരി മാത്രമേ ഉപയോഗിക്കുള്ളൂ, തദറ. ശരിക്കും അവിടെ വാവ് ഉണ്ടാവും, ആ വാവ് എന്ത് ചെയ്താണ്, പോയതാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്വഹീഹായ ലെറ്ററുകൾ, സ്വഹീഹായ അക്ഷരങ്ങളാണ് ഒരു ഫീലുകളിൽ ഉള്ളത് എങ്കിൽ ആ സ്വഹീഹായ ലെറ്റർ ഒന്നും കളയില്ല. ഇപ്പം കത്തബ, കത്തബ നിങ്ങൾ സർഫാക്കി നോക്ക്, കത്തബ കത്തബ കത്തബു കത്തബത്ത് കത്തബത്ത കത്തബുന, ഈ ക ത ബ എന്നുള്ള ഈ 3 ലെറ്ററും അവിടെ ഏത് കാലത്തും ഉണ്ടാവും, പോവില്ല. എന്നാൽ ലഈഫായ ലെറ്റർ, ഇല്ലത്തിൻ്റെ ലെറ്റർ, ഇപ്പോൾ കാല, കാല, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കുൽത്തു എന്ന് കണ്ട നിങ്ങൾ, കുൽത്തു, അത് കാല എന്നത് വന്നതാണ്. കാല കാല കാലു, കാലത്ത് കാലത്ത, കുൽന 3 അക്ഷരായി. കുൽത്ത കുൽത്തുമ കുൽത്തും, കുൽത്തി കുൽത്തുമ കുൽത്തുന്ന, കുൽത്തു, കത്തബ്തു, അവിടെ 4 അക്ഷരമുണ്ട്, ഇവിടെ കുൽത്തു 3 അക്ഷരം, അതേപോലെ കളഞ്ഞു പോയതാണ്. അപ്പോൾ മിൻ എന്നത് ജർ ചെയ്യുന്ന ഹർഫ്, അതിൻ്റെ മജ്റൂർ എവിടെയെന്ന് ചോദിച്ചാൽ അൻ എന്ന ഇതും തദറ എന്ന മുലാരിയായ ഫീലും പാടെ കൂടിയിട്ട് ഉള്ള ഒന്നാണ് അതിൻ്റെ മജ്റൂർ വരിക. ചില സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവും, അന്നും അന്ന് ചേർന്ന് വരുന്ന ഫിഅലും കൂടി ഒരു മസ്ദർ കൊണ്ട് തഅ്വീൽ ചെയ്തു എന്നൊക്കെ പറയും. അത് ഞാനിപ്പോൾ വിശദീകരിച്ച് പറയുന്നില്ല, നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മിൻ എന്നുള്ള ജറിൻ്റെ അക്ഷരത്തിന് മജ്റൂർ ഉണ്ടവിടെ, ആ മജ്റൂർ അൻ എന്നതും അതിന് ശേഷമുള്ള മുലാരിയായ ഫീലും കൂടി വരുന്നതാണ് ചുരുക്കം. അപ്പോൾ ദരിദ്രരായി ഉപേക്ഷിച്ച് പോകുന്നതിനേക്കാൾ സമ്പന്നരായി ഉപേക്ഷിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. ദരിദ്രരാകുക എന്ന് പറഞ്ഞാൽ യതകഫഫൂന, അവർ കൈനീട്ടുന്നു, അന്നാസ, ജനങ്ങളോട് കൈനീട്ടുന്നു. ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടി പ്രയാസപ്പെട്ട്, വാപ്പ വലിയ പൈസക്കാരനാണ്, വാപ്പ ഒക്കെ എന്ത് ചെയ്തു, പള്ളിക്കൊക്കെ കൊടുത്തു, ഇനി പാവപ്പെട്ടവർക്ക് കൊടുത്തു, എന്നിട്ട് മക്കൾ പ്രയാസപ്പെടുക. അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം ഒരു ഭാഗം വഖഫ് മറ്റോ കൊടുത്തോട്ടെ, പക്ഷേ ഈ മക്കൾക്ക് ഒരു ജീവിക്കാനും ജീവിതോപാധിക്കൊക്കെ ഉള്ള കുറഞ്ഞ ഭാഗങ്ങൾ വെച്ച് ബാക്കി ചെയ്യലാണ് ഏറ്റവും നല്ലത്. പിന്നെയും പറയാം, നബി തങ്ങൾ നിർത്തുന്നില്ല, ശ്രദ്ധിക്കണേ. വ ഇന്നക, തീർച്ചയായും നീ, ലൻ തുൻഫിഖ, നീ ചിലവഴിക്കുന്നില്ല, നഫഖത്തൻ, ഒരു ചിലവും നീ ചിലവഴിക്കുന്നില്ല, തബ്തഗി, നീ ആഗ്രഹിച്ചുകൊണ്ട്, ബിഹ, ആ ചെലവ് കൊണ്ട് നീ ആഗ്രഹിച്ചിരിക്കുന്നു, വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ്, അള്ളാഹുവിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം, അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്
ഒരു ചിലവും നീ ചിലവഴിക്കുന്നില്ല, ഇല്ല ഉജിർത്ത, നീ കൂലി നൽകപ്പെട്ടിട്ടല്ലാതെ, അലൈഹ, ആ ചെലവിൻ്റെ മേൽ കൂലി കിട്ടിയിട്ടല്ലാതെ ഒരു ചെലവും, ഒരു നിസ്സാരമെന്ന് കരുതുന്ന ചെലവും നീ ചെലവഴിക്കുന്നില്ല. എത്രത്തോളം എന്നറിയാം, ഹത്താമ, ഒന്ന് വരെ, തജ്അലു, നീ വെച്ചു കൊടുക്കുന്നു, ഫിംറഅതിക, നിന്റെ ഭാര്യയുടെ വായിൽ. ഒരു വായ എന്നുള്ള അർത്ഥത്തിനാട്ടോ. ഫിംറഅതിക, നിന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഭക്ഷണം വരെ, അതിനൊക്കെ വരെ എന്തുണ്ട്? ആത്മാർത്ഥമായിട്ടാണോ ചെയ്യുന്നത്? നാട്ടുകാരെന്തെങ്കിലും പറയും, അല്ലെങ്കിൽ കുടുംബക്കാരെന്തെങ്കിലും പറയും, അങ്ങനെയല്ല. ഇത് എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ മക്കളാണ്, ആത്മാർത്ഥമായി അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ? എന്നാൽ അതിന് പ്രതിഫലം നൽകപ്പെടുക തന്നെ ചെയ്യും. ക്ലിയർ ആണോ? ഇതിന് വെച്ചു കൊടുക്കുക, ആക്കി കൊടുക്കുക. അതെ അതെ. ക്ലിയർ അല്ലേ? എവിടെ അസീസ്ക? ബഷീക്ക, നമ്മളൊരു വട്ടം പറഞ്ഞതാണ് വിഷയം അല്ലേ? അപ്പൊ അത് ഒരു ചെറിയൊരു ഉപദേശ നബി തങ്ങൾ നടത്തി. ഇനി വിഷയം ഒരു വേറെ ചോദിക്കാട്ടോ. ഖാൽ ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഉഖല്ലഫു, ഞാൻ പിന്തിക്കപ്പെടുമോ, ബഅദ അസ്ഹാബി, എൻ്റെ കൂട്ടുകാർക്ക് ശേഷം. എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടുന്ന് തിരിച്ച് മദീനയിലേക്ക് പോകും, ഞാനിവിടെ തന്നെ ബാക്കിയാകുമോ? നീ ചോദിക്കണം, അസുഖം കൂടിയിരിക്കുകയാണല്ലോ, രോഗം കഠിനമായിക്കാണ്. ഞാൻ എൻ്റെ കൂട്ടുകാർ മക്ക വിട്ട് പോകും, ഞാനിവിടെ തന്നെ നിൽക്കേണ്ടി വരുമോ നബിയെ? എനിക്ക് രോഗമല്ലേ? കാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, ഇന്നക ലൻ തുഖല്ലഫ, തീർച്ചയായും നീ ഒരിക്കലും പിന്തിക്കപ്പെടുകയില്ല. ഫതഅമല അമലൻ തബ്തഗി ബിഹി വജ്ഹല്ലാഹ് ഇല്ലസ്ദത്ത ബിഹി ദറജതൻ വരിഫഅതൻ, നീ അമല് ചെയ്യുകയും ചെയ്യുന്നു. ഫതഅമല, നീ അമല് ചെയ്യുകയും ചെയ്യുന്നു. അമലൻ, ഒരു പ്രവർത്തനം. എങ്ങനെയുള്ള പ്രവർത്തനം കൊണ്ടാണ് നീ അമല് ചെയ്യുന്നത്? തബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് അമല് ചെയ്യുന്നു, സുഹൃതം, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. എങ്ങനെയായിട്ടല്ലാതെ? ഇല്ലസ്ദത്ത ബിഹി, ആ സുഹൃതം കൊണ്ട് വർദ്ധിച്ചിട്ടല്ലാതെ, ദറജത്തൻ, ഉയർച്ചയും, വരിഫഅത്തൻ, ഉന്നതിയും, ഉന്നതമായ സ്ഥാനവും ഉന്നതമായ പദവിയും അതുകൊണ്ട് വർദ്ധിച്ചിട്ടല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ, അപ്പൊ നീ എന്ത് പ്രവർത്തിച്ചാലും, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് എന്ത് പ്രവർത്തനം ചെയ്താലും നിനക്കതുകൊണ്ട് ഉയർച്ചയും പദവിയും വർദ്ധിക്കുക തന്നെ ചെയ്യും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി പറയട്ടെ, വലഅല്ലക അൻ തുഖല്ലഫ, ഒരു പക്ഷേ നിങ്ങൾ പിന്തിപ്പിക്കപ്പെട്ടേക്കാം.
അങ്ങനെ പിന്തിപ്പിക്കപ്പെടുമ്പോൾ ഹത്താ യന്തഫിഅ ബിക അഖ്വാമുൻ, കുറച്ചാളുകൾക്ക് നിന്നെ കൊണ്ട് ഉപകാരം കിട്ടും. യന്തഫിഅ ഉപകാരം കിട്ടും, ബിക നിങ്ങളെ കൊണ്ട്, അഖ്വാമുൻ ചില ആളുകൾക്ക്, വയളുറ ബിക അഖറൂൻ മറ്റ് ചിലർക്ക് പ്രയാസവും കിട്ടും. വയുളറ ബിക ആഖറൂൻ മറ്റുള്ളവർക്ക് പ്രയാസം നൽകപ്പെടുകയും ചെയ്യും. നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ചിലർക്ക് ഉപകാരം കിട്ടും, ചില ആളുകൾക്ക് പ്രയാസവും കിട്ടും, ചിലർക്ക് വിഷമം ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ട് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, പടച്ചവനെ, അംലി നീ പൂർത്തീകരിച്ചു കൊടുക്കണം, ലി അസ്ഹാബി എൻ്റെ സ്വഹാബിമാർക്ക്, ഹിജ്റത്തഹും അവരുടെ ഹിജ്റ. ഇപ്പോൾ ഹിജ്റക്ക് വളരെ വലിയ പ്രതിഫലമാണ്. അപ്പോൾ ഹിജ്റ പോയി മദീനയിൽ നിന്നും ഹജ്ജത്തുൽ വദാഇന് നബിതങ്ങളുടെ കൂടെ വന്നിട്ട് പിന്നെ മക്കയിൽ തന്നെ തങ്ങേണ്ടി വരുമ്പോൾ ഒരു പക്ഷേ ഹിജ്റയുടെ പൂർണ്ണമായ കൂലി കിട്ടൂലേ എന്ന പേടിയാണ് ആർക്കുള്ളത്? സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. ഇതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം എനിക്ക് നഷ്ടപ്പെടുമോ? അപ്പോൾ നബി തങ്ങൾ പറയാൻ ദുആർന്നു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ അംലി, അല്ലാഹുവേ നീ പൂർത്തീകരിച്ചു കൊടുക്കുക, നീ നടപ്പിലാക്കി കൊടുക്കുക, ലി അസ്ഹാബി എൻ്റെ അനുചരന്മാർക്ക്, ഹിജ്റത്തുഹും അവരുടെ ഹിജ്റ, അതായത് ഹിജ്റയ്ക്ക് എത്രയാണോ നീ പ്രതിഫലം നൽകുന്നത് അത് എൻ്റെ എല്ലാ സ്വഹാബിമാർക്കും കൊടുക്കുക. വലാ തറുദ്ദഹും നീ അവരെ മടക്കരുത്, അല അഅഖാബിഹിം അവരുടെ മടമ്പുകാലുകൾക്ക് മേൽ, അവരെ തള്ളിക്കളയരുത്, അവരെ മടമ്പുകാലിൻ്റെ മേൽ എന്ത് ചെയ്യരുത്? മടക്കരുത്, അവരെ പിന്നോട്ട് മടക്കരുത്. ലാക്കിൻ പക്ഷേ അൽ ബാഇസു ക്ഷീണിതനായ സഅദ് ഇബ്നു ഖൗല എന്ന ഈ രോഗമായിട്ട് കിടക്കുന്ന ഈ ക്ഷീണിതനായ ഒരു വ്യക്തി, ഒരു സ്വഹാബി. അപ്പോൾ ഇങ്ങനെ നബി തങ്ങൾ പറഞ്ഞു നിർത്തി. ഇത്ര എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷീണിച്ച മക്കയിൽ തന്നെ എന്ത് ചെയ്യും? അദ്ദേഹം വഫാത്താകും എന്നൊരു സൂചന കൊടുക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ സഅദ് ഇബ്നു ഖൗല അദ്ദേഹത്തിനും കൊടുക്കുന്നു എന്ത്? ഏത് കൂലി? അത് പൂർത്തീകരിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ട് മദീനയിലേക്ക് തിരിച്ചു പോകാൻ. പക്ഷേ ആത്മാർത്ഥമായി അദ്ദേഹം ആഗ്രഹിച്ചിട്ടും എന്തിനു പറ്റുന്നില്ല? പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിനും എന്ത് ചെയ്തു കൊടുക്കണം? പൂർത്തീകരിച്ചു കൊടുക്കുക. റസ്സ നിബിതങ്ങൾ അനുശോചനം അറിയിക്കുകയാണ്. റസ്സ അനുശോചനം അറിയിക്കുന്നു, ലഹു അദ്ദേഹത്തിനിക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുശോചനമറിയിക്കുന്നു. അൻ എന്താണ് അനുശോചനം അറിയിക്കുന്നത്? അൻ മാത്തബി മക്കത്ത അദ്ദേഹം മക്കയിൽ വെച്ച് മരണപ്പെടും, അദ്ദേഹം മക്കയിൽ വെച്ച് മരണപ്പെടും എന്ന് നബി തങ്ങൾ ഈ പ്രയോഗത്തിലൂടെ അനുശോചനം അറിയിക്കുകയാണ്. മക്കയിൽ നിന്നാണ് മദീനയിലേക്ക് ഹിജ്റ പോയത്. തിരിച്ച് ഹജ്ജിന് വേണ്ടി വന്നു, പരിക്ഷീണീനായി പ്രയാസപ്പെട്ടു, തിരിച്ചു പോകാൻ പറ്റിയില്ല. എന്നാലും അദ്ദേഹത്തിന് ഹിജ്റ പോയ പൂർണ്ണ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ദുആ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതിയായ ആഗ്രഹം അതിനുള്ളത് കൊണ്ട് അദ്ദേഹം ആ പ്രതിഫലം പൂർണ്ണമായും ലഭിക്കുകയും ചെയ്തു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഒരുപാട് ആയുസ് നബിതങ്ങളോട് ചോദിച്ചു, ഞാനിവിടെ ബാക്കിയാവുമോ? ചോദിച്ചപ്പോൾ ഇല്ല, ഒരിക്കലും എന്താവൂല, ബാക്കിയാവൂല. നിങ്ങൾക്ക് തിരിച്ച് പോകാൻ ചെറിയൊരു വിഷമമുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഒരു വിഷയം പറയുമ്പോൾ മറ്റുള്ള നമ്മുടെ കേൾക്കുന്ന ആൾക്കൊരു വിഷമം ഉണ്ടാകുന്ന ഒരു പ്രയോഗം നമ്മൾ പറയരുത്. അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആണെങ്കിൽ കൂടി കേൾക്കുന്ന ആളെ പരിഗണിച്ചുകൊണ്ട് ആ ഒരു രൂപത്തിലുള്ള മറുപടിയാണ് എന്ത് ചെയ്യേണ്ടത്? പറയേണ്ടത്. അപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദ്ദേഹം ചോദിച്ചത് ഞാൻ മരിച്ചുവെന്നാ ചുരുക്കി പറഞ്ഞ, ഞാൻ മരിക്കുവോ, ഞാൻ പെട്ടെന്ന് മരിക്കുവോ, എനിക്കത് പോകാൻ കഴിയില്ല എന്ന ചോദ്യത്തിൻ്റെ ചുരുക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്വസിപ്പിച്ച് എന്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് എന്ത് പ്രവർത്തനം ചെയ്താലും അതിന് കൂലി കിട്ടും, അതുപോലെ ഉയർച്ച കിട്ടും, പദവി വർദ്ധിക്കും. നിങ്ങളിവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ഗുണമുണ്ടാവും, ഒരുപാട് ഗുണമുണ്ടാവും. ചിലർക്ക് ശത്രുക്കളായ ചില ആളുകൾക്ക് ചിലപ്പോൾ അതുകൊണ്ട് ദോഷമുണ്ടാവും. പടച്ചോനെ എൻ്റെ എല്ലാ സ്വഹാബിമാർക്കും നീ ഹിജറയുടെ കൂലി കൂട്ടിക്കൊടുക്ക്, ആരെയും തീരുത് പൂർത്തീകരിക്കാതെ അവരെ തള്ളിക്കളയരുത്. ഇതൊക്കെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ. നേരെ മറിച്ച് അല്ല നിങ്ങൾ ഇവിടെ മരിച്ചു എന്ന് പറഞ്ഞാൽ മതി, സംഗതി അത് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം. പക്ഷെ അങ്ങനെ നബി തങ്ങൾ പറഞ്ഞില്ല. പ്രയോഗത്തിൽ അങ്ങനെ അവസാനം വരെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് നബി തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതുപോലെ നമ്മളും എന്ത് ചെയ്യണം, നമ്മുടെ സംസാരങ്ങളും ഭാഗങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. ക്ലിയർ അല്ലേ? عن أبي هريرة رضي الله عنه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ ഇബ്നു സഖർ. എപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൂച്ച ഉണ്ടാവും, ഒരു പൂച്ച കുപ്പായത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് എപ്പോഴും പൂച്ച ഉണ്ടാവും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച പേരാണ് അബൂ ഹുറൈറ. ആ പേരിലാണ് പിന്നെ അദ്ദേഹം അറിയപ്പെട്ടത്, അബൂ ഹുറൈറ, പൂച്ചയുടെ ഉപ്പ. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യൻദുറു, അവൻ നോക്കുകയില്ല, ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നോക്കൂല, വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്കും നോക്കുകയില്ല, വലാകിൻ, എങ്കിലും, യൻദുറു, അവൻ നോക്കും, ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുക. ബാഹ്യമായ പ്രവർത്തനങ്ങൾ, ആളുകൾ വിലയിരുത്തുന്ന പ്രവർത്തനങ്ങൾ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അദ്ദേഹം വളരെ ഉഷാറാണ്, എല്ലാ വിഷയങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ട്, ഇടപെടുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്, ഒക്കെ ക്ലിയർ ആണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിലപ്പോൾ വേറെ ഒന്നായിരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലുള്ളത് എന്താണോ, ഹൃദയത്തിലുള്ളത് എന്താണോ, അതാണ് പരിഗണിക്കുക, അല്ലാതെ ബാഹ്യമായ പ്രകടനങ്ങളോ രൂപഭാവങ്ങളോ ഒന്നും പരിഗണിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ക്ലിയർ അല്ലേ? റവാഹു മുസ്ലിമുൻ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. പറയട്ടെ, 8 റാഫിക അല്ലേ? وعن أبي موسى رضي الله عنه عبد الله بن قيس الأشعري رضي الله عنه قال, അദ്ദേഹം പറയുകയാണ്, സുഇല, ചോദിക്കപ്പെട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കപ്പെട്ടു, അനിർ റജുലി, ഒരു മനുഷ്യനെ കുറിച്ച് ചോദിക്കപ്പെട്ടു, യുഖാത്തിലു, അദ്ദേഹം യുദ്ധം ചെയ്യുന്നു, ശജാഅത്തൻ, ധീരതയ്ക്ക് വേണ്ടി, എല്ലാവരും ഞാൻ ധൈര്യമുള്ള ആളാണ് എന്ന് പറയണം, അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരാളെ കുറിച്ച് നബി തങ്ങളോട് ചോദിച്ചു. വയുഖാത്തിലു ഹമിയത്തൻ,
പകപോക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരാളെ കുറിച്ചും ചോദിച്ചു. പകപോക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന ഒരാളെ കുറിച്ചും ചോദിച്ചു. യുഖാത്തിലു റിയാഅൻ, ജനങ്ങൾ കാണാൻ വേണ്ടി, ജനങ്ങൾ നല്ലത് പറയാൻ വേണ്ടി യുദ്ധത്തിന് പോയ ഒരാൾ, അയാളെ കുറിച്ചും ചോദിച്ചു. അപ്പോൾ ധൈര്യം പ്രകടിപ്പിക്കാനും പക തീർക്കാനും പ്രശസ്തി നേടാനും വേണ്ടി യുദ്ധം ചെയ്യുന്ന ഓരോരുത്തരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? അയ്യുദാലിക, ഈ പറഞ്ഞതിൽ ഏതാണ്, ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളത്, പടച്ചോൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടുന്ന രൂപത്തിലുള്ളത് ഏതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ, ഒരാൾ, ഖാത്തല, അവൻ യുദ്ധം ചെയ്യുന്നു, ലിതകൂന കലിമത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലിമത്ത് ആവുന്നതിന് വേണ്ടി, ഹിയ, അത്, അൽ ഉൽയ, ഉയർന്നു കാണാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ കലിമത്ത് ഉയർന്നു കാണാൻ വേണ്ടി, അതായത് ഇസ്ലാം ദീൻ വിജയിക്കാൻ വേണ്ടി, ഉന്നതമാവാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരാൾ, ഫഹുവ, അവൻ, ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. എന്താണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. അല്ലാതെ ജനങ്ങൾ പറയണം, ജനങ്ങൾ കാണണം, ഞാൻ ധൈര്യമുള്ള ആളാണ്, ഞാൻ നല്ല ധീരതയുള്ള ആളാണ്, അല്ലെങ്കിൽ പക പോക്കാൻ വേണ്ടി, വിരോധം തീർക്കാൻ വേണ്ടി യുദ്ധം ചെയ്തു, അല്ലെങ്കിൽ പ്രശസ്തി കിട്ടാൻ വേണ്ടി യുദ്ധം ചെയ്തു, ഇതൊന്നും എന്തല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ല. അള്ളാഹുവിൻ്റെ കലിമത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ പ്രസ്ഥാനം, ഇസ്ലാം മതം, അത് ഉന്നതമായി പ്രൗഢമായി നിലനിൽക്കണം എന്നത് ഉദ്ദേശിച്ചുകൊണ്ടതാണ്. മനസ്സിൽ ഇഖ്ലാസ്, ആത്മാർത്ഥതയോടുകൂടെ യുദ്ധം ചെയ്താൽ, അവൻ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. അത് റജുലിനേക്ക് പോകുന്നതാണ്. അയ്യുദാലിക്ക, ഏത് റജുലാണ്, ഫീ സബീലില്ലാഹ്, ഓരോരുത്തർ, അത് എല്ലാം എന്തിലില്ല, ഇതിൽ പെട്ടല്ല എന്നുള്ളത് അറിയാം. അപ്പൊ പിന്നെ അത് ചോദിച്ചാ അതിൽ ഏതാണ്? അയ്യു എന്നുള്ളതില് ഇവിടെ ചെറിയൊരു തർക്കീബ് പറയുന്നത്. അയ്യു എന്നുള്ളത് മുബ്തദ്, അയ്യു എന്ന് പറഞ്ഞാൽ ഏതാണ്, ദാലിക, അത്, ഏതാണത്, ആ ദാലിക എന്നുള്ളതാണ് അതിൻ്റെ ഖബർ എന്ന് പറയുന്നത്. അയ്യു എന്നുള്ളത് മുബ്തദ്, ദാലിക എന്നുള്ളത് ഖബർ. ഏതാണത് അള്ളാഹിൻ്റെ മാർഗത്തിലുള്ളത്, ഏതാണത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്ഥിരമായിരിക്കുന്നത്. പിന്നെ ഒരാളിലേക്ക് മടക്കണ്ട. അയ്യു എന്നുള്ളത് മുബ്തദ്, ദാലിക എന്നുള്ളത് അതിൻ്റെ ഖബർ, ഫീ സബീലില്ലാഹ് എന്നുള്ളത് അതിൻ്റെ ഒരു വിശദീകരണം. കായിനുൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉണ്ടായിരിക്കുന്നത് ഏതാണ്? ക്ലിയർ ആണോ റാഫിക? അയ്യു എന്നുള്ളത് ഒരു മുബ്തായിട്ട്, അതൊരു ഒരു ചോദ്യത്തിൻ്റെ ഒരു പദമാണ് അയ്യ്.
അപ്പോൾ ദാലിക്ക എന്നുള്ളത് അതിൻ്റെ ഖബറായിട്ട്, ഫീ സബീലില്ല എന്നുള്ളത് സിഫത്തായിട്ട്, അതിനുള്ളൊരു സിഫത്ത് കൊടുത്തിട്ടുള്ള രൂപം. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതായ അത് ഏതാണ്? അപ്പോൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചോദിച്ച ഒന്നുമല്ല, ഇതാണ് ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാണ്. ഇങ്ങനെയാണോ അവർ ചെയ്തിരിക്കണത്? അപ്പോൾ ഇതൊന്ന് ചിന്തിക്കാനും കൂടി പ്രേരിപ്പിക്കലാണ്. ചോദ്യങ്ങൾക്ക് മറുപടി ഡയറക്റ്റായിട്ട് ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വലിയൊരു നേട്ടമല്ല, കൂടുതൽ നേട്ടമല്ല. അപ്പോൾ അതിലെന്ത് ചെയ്യണം? ഇത് പറയുമ്പോൾ അപ്പോൾ യഥാർത്ഥത്തിൽ സബീലുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരടിക്കുന്നവർ ആരാണ് എന്നുകൂടി മനസ്സിലാക്കി കൊടുക്കൽ കൂടി ഉത്തരത്തിലുണ്ട്. അപ്പോൾ ഉത്തരം ചിലപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ ഈ ഒരു ഫായ്ദ കിട്ടൂല. അപ്പോൾ ഇതിലെന്ത് ചെയ്തു? വിശദീകരണത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ചോദിച്ചത് ആരും അള്ളാഹിൻ്റെ മാർഗത്തിലല്ല. ഒരാൾ കാത്തല, അവൻ യുദ്ധം ചെയ്യുന്നു, തകൂന കലിമത്തുള്ള, അള്ളാഹുവിൻ്റെ പ്രസ്ഥാനം, അള്ളാഹുവിൻ്റെ കലിമത്ത് ആയി തീരാൻ വേണ്ടി, ഹിയൽ ഉള്ളിയ, അത് ഉന്നതമായി തീരാൻ വേണ്ടി, ഫീ സബീലില്ലാ, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. മുത്തഫഖുൻ അലൈഹി. ക്ലിയർ അല്ലേ? ഒന്ന് നോക്കി, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും. 5, 6, 7, 8